ദേവരാഗം രചനാ സംഭാഷണം മൈഥിലി മിത്ര ഭാഗം 39. വസുന്ധര വിളിച്ചിരുന്നു. അടുക്കളയിൽ ഉച്ചയൂണുണ്ടാക്കുന്ന ലക്ഷ്മിയുടെ അടുത്തേക്ക് പത്മാവതി മെല്ലെ നടന്നു ചെന്നു. എന്താ അമ്മേ, എന്തേലും പ്രശ്നമുണ്ടോ? മോര് കാച്ചിക്കൊണ്ടിരുന്ന ലക്ഷ്മി പൊടുന്നനെ ആശങ്കയോടെ തിരിഞ്ഞവരെ നോക്കി. പ്രശ്നമൊന്നുമില്ലടി. ഗൗരിയുടെ കാര്യം പറഞ്ഞ് അവൾ ഒത്തിരി സങ്കടപ്പെട്ടു. ഒരു നെടുവീർപ്പോടെ പത്മാവതി അടുക്കളയിൽ കിടന്ന് ഒരു കസേരയിലേക്കായി ചെന്നിരുന്നു. ഇതിലിപ്പോൾ നമ്മൾ എന്ത് ചെയ്യാനാ അമ്മേ? സ്റ്റൗ ഓഫ് ചെയ്തിട്ട് മോരിൻ്റെ പാത്രം ഒരടപ്പ് കൊണ്ടവർ മൂടി. എന്നിട്ട് പത്മാവതിയുടെ അരികിലായി കിടന്ന കസേരയിലേക്ക് ഇരിപ്പുറപ്പിച്ചു. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എന്തേലും ചെയ്യാൻ പറ്റിയാലും ഞാൻ ചെയ്യുകയില്ല. എന്തൊക്കെയാണെങ്കിലും ഗൗരി എൻ്റെ കൊച്ചുമോളാ. എന്നാലും പറയാതിരിക്കാനൊക്കത്തില്ല. ഇത്രയും ദുഷ്ടതയുള്ള ഒരു പെങ്കൊച്ചിനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അവൾക്കിത്തിരി കുശുമ്പും കുന്നായ്മയും ഉണ്ടായിരുന്നെന്നുള്ള കാര്യം എനിക്കറിയായിരുന്നു. അതവിടെ അച്ഛനും അമ്മയും പൂത്താനിച്ച് വളർത്തിയതിൻ്റെ കുഴപ്പമാണെന്നാണ് ഞാൻ കരുതിയേ. പക്ഷേ ഇതിപ്പോൾ അങ്ങനെയാണോ? എന്തൊരു വൃത്തികെട്ട സ്വഭാവമാണ് ഇത്. ഇനി മനസ്സ് മാറി ദൈവം വല്ലതും ഇതിനെ കെട്ടിയാൽ 2 ദിവസം തികച്ച ആ പെണ്ണവൻ്റെ ഭാര്യയായിട്ട് ഇവിടെ വാഴത്തില്ല. പത്മാവതി മുഖം മുറുക്കി. ലക്ഷ്മി അവരെ നോക്കിയിരുന്നല്ലാതെ ഒരക്ഷരം പോലും മറുത്ത് സംസാരിച്ചില്ല. അല്ലെങ്കിൽ തന്നെ എന്ത് കാണിക്കുവാനാണ്? ഗൗരിയുടെ തനിനിറം 2 ദിവസം കൊണ്ട് ഇവിടെ എല്ലാവർക്കും ഉറപ്പിച്ചതാണ്. ഒടുവിൽ സഹി കേട്ടപ്പോഴാണ് അമ്മ വസുന്ധരയെ ഇങ്ങോട്ട് വിളിപ്പിച്ചതും അവളുടെ കൂടെ ഗൗരിയെ പറഞ്ഞു വിട്ടതും. ഇല്ലെങ്കിൽ വൈശുവിന് നാളെ അവളെ കൊണ്ട് ഇനിയും പ്രശ്നങ്ങളുണ്ടായാലോ എന്ന് ഭയപ്പെട്ടു. ആ വൈശു എന്തു പാവാടി. അതിനെപ്പോലെയുള്ള ഒരു കൊച്ചിനെ കിട്ടണമെങ്കിൽ നമ്മൾ സുകൃതം ചെയ്യണം. ആ മാവൻ പിടിച്ചവളെയാണ് ഇവള്. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടും അവർക്ക് ദേഷ്യം തീരുന്നുണ്ടായിരുന്നില്ല. മുൻപിൽ കിടന്ന ചെറിയ ടേബിളിന് മുകളിലേക്ക് അവർ കൈകൾ 2 എടുത്തു വെച്ചു. വസുന്ധര എന്തു പറയുന്നമ്മേ? ദേവൻ അവളെ ഇടിച്ചതുകൊണ്ട് പെണ്ണിൻ്റെ 2 കവളും ചുവന്ന് വിങ്ങിയാണ് കിടക്കുന്നത്. അതിനു പുറമെ ഗൗരിയെ വീണ്ടും അരുന്ധതി വല്ലതും ചെയ്തു എന്നൊരു പേടി ലക്ഷ്മിക്കുണ്ടായിരുന്നു. എന്തു പറയാൻ, നല്ല ദേഷ്യത്തിലവള്. കുറച്ച് താമസിച്ചാലും ദേവൻ ഈ കല്യാണത്തിന് സമ്മതിക്കുക എന്നായിരുന്നു അവൾ കരുതിയത്. ഇതിപ്പോൾ ഇനിയൊരിക്കലും നടക്കില്ലെന്ന് അറിഞ്ഞുകൊണ്ടുള്ള സങ്കടം അവൾക്കുണ്ട്. ഇതെല്ലാം ഗൗരിയായിട്ട് തന്നെ ഉണ്ടാക്കി വെച്ചതല്ലേ, അല്ലാതെ വേറെ ആരും അല്ലല്ലോ. പത്മാവതി വലിയ കാര്യത്തിൽ പറഞ്ഞു. കല്യാണത്തിൻ്റെ കാര്യം കേട്ടപ്പോഴാണ് ലക്ഷ്മിക്ക് രാത്രിയിൽ ഭാസ്കരൻ പറഞ്ഞ വിഷയം ഓർമ്മ വന്നത്. അത് പിന്നെ അമ്മേ, ഞാനൊരു കാര്യം അമ്മയോട് പറയാൻ വിട്ടുപോയി. ദേവൻ്റെയും വൈശാഖിയുടെയും കാര്യം തുറന്നു പറയാൻ എന്ന വണ്ണം ലക്ഷ്മി ആവേശത്തോടെ അവരെ നോക്കി ചിരിച്ചു. എന്താടി? പത്മാവതി അലസമായി ലക്ഷ്മിയെ നോക്കി. ഇന്നലെ എന്നോട് ബാലേട്ടൻ പറഞ്ഞ കാര്യം അമ്മേ. ലക്ഷ്മി ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു തുടങ്ങി. ഭാസ്കരനിൽ നിന്നും അറിഞ്ഞ കാര്യങ്ങൾ വള്ളി പുള്ളി തെറ്റാതെ അവർ പത്മാവതിയോട് പറഞ്ഞു കൊടുത്തു. കഥ മുഴുവനും കേട്ട് കഴിഞ്ഞിട്ടും പത്മാവതി കുറേ നേരം അങ്ങനെ തന്നെ ഇരുന്നു പോയി. അതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന രീതിയിൽ. അമ്മേ, അവരിൽ നിന്ന് ഒരു ഉത്തരവും കിട്ടുന്നില്ല എന്ന് കണ്ടതും ലക്ഷ്മി പത്മാവതിയുടെ കയ്യിൽ 2 തട്ട് തട്ടി. ഇതൊക്കെ സത്യമാണോ ലക്ഷ്മി? അവരുറപ്പിന് വേണ്ടി വീണ്ടും എടുത്ത് ചോദിച്ചു. കാരണം ഇന്നത്തെ കാലത്തെ പെൺകുട്ടികൾ ഒരിക്കലും ദേവനെ പോലെ ഒരു ചെക്കനെ സ്നേഹിക്കില്ലെന്ന് അവർ കരുതി. അവൻ്റെ പിശുക്ക് സ്വഭാവം തന്നെയാണ് കാരണം. വൈശുവിനെ പോലെ സമ്പത്തിൻ്റെയും പണത്തിൻ്റെയും നടുവിൽ ജനിച്ചു വീണവൾ ഒട്ടും ഇഷ്ടപ്പെടില്ലെന്ന് പത്മാവതി ഉറച്ചു വിശ്വസിച്ചിരുന്നു. അതിനെയൊക്കെ തകർക്കുന്ന രീതിയിലായിരുന്നു അവർ കേട്ട സംഭവങ്ങൾ. അതുകൊണ്ട് തന്നെ പത്മാവതി പൊടുന്നനെ മൗനയായി. സത്യം അമ്മേ, വൈശുവിൻ്റെ കാര്യത്തിൽ ബാലേട്ടൻ കള്ളം പറയുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? ലക്ഷ്മി ഒരു ചിരിയോടെ തിരക്കി. ആ, അത് ശരിയാ. എന്നാൽ ഇത് കൊള്ളാലോ ലക്ഷ്മിയെ. നമ്മുടെ വൈശു പെണ്ണ് കല ഉടച്ചല്ലോ. അവർ താടിക്ക് കൈയും കൊടുത്തിരുന്നുകൊണ്ട് മെല്ലെ ചിരിക്കാൻ തുടങ്ങി. അമ്മേ, ഇങ്ങനെ ഇരുന്ന് ചിരിക്കാതെ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാൻ നോക്കണം. ദേവനെ കൊണ്ട് വൈശാഖിയുടെ കഴുത്തിൽ താലി കെട്ടിക്കുന്നത് അമ്മയുടെ മിടുക്ക് പോലെ ഇരിക്കും. ആ കൊച്ചിനെ അങ്ങനെ വിട്ടുകളയാൻ എനിക്ക് തോന്നുന്നില്ലമ്മേ. അവളിവിടെ വേണം, എൻ്റെ സ്വന്തം മോളായിട്ട്. ലക്ഷ്മി ഉള്ളിലുള്ളത് അവരോട് തുറന്നു പറഞ്ഞു. നീ വെപ്രാളപ്പെടാതെ ലക്ഷ്മി, ഇതിപ്പോൾ തുടങ്ങിയതല്ലേ ഉള്ളൂ. നമുക്ക് ശരിയാക്കാന്നേ. പത്മാവതി അവളെ ആശ്വസിപ്പിച്ചതും അടുക്കളയിലെ അടുത്ത പണികളിലേക്ക് ലക്ഷ്മി കടന്നു. അമ്മായിയച്ഛന് അമ്മായിയമ്മയും സെറ്റ്, അവർക്കുള്ള പെണ്ണും സെറ്റ്. പക്ഷെ ചെക്കൻ്റെ സമ്മതം എങ്ങനെ വാങ്ങും? പത്മാവതിയുടെ തല പുകഞ്ഞു തുടങ്ങി.
എന്നാലും ഇതൊക്കെ എപ്പോ? നീ ശരിക്കും സീരിയസ് ആണോ? ജോബിൻ കണ്ണും മിഴിച്ചുകൊണ്ടാണ് വൈശാഖിയോട് ആ ചോദ്യം ചോദിച്ചത്. അവൻ്റെ അതേ അവസ്ഥ തന്നെയായിരുന്നു ആ നേരം നിർമ്മലിനും റോസിനും. ബാലു പറഞ്ഞ കാര്യങ്ങൾ അവർക്കാർക്കും അത്രയ്ക്കും വിശ്വാസം വരുന്നുണ്ടായിരുന്നില്ല. ആ, സത്യാ, വൈശാഖി മെല്ലെ പറഞ്ഞുകൊണ്ട് മുഖം കുനിച്ചു. അത് ഒട്ടൊരു നാണത്തോടെ. അതും കൂടി കണ്ടപ്പോഴേക്കും ജോബിനും നിർമ്മലും റോസും ഒരുപോലെ വാ പൊളിച്ചിരുന്നു പോയി. കാരണം കേട്ട കാര്യങ്ങൾ അത്രമേൽ അവിശ്വസനീയമാണ്. വൈശാഖിക്ക് മഹാദേവൻ സാറിനോടുള്ള പ്രണയം. ഇപ്പോൾ കേട്ടല്ലോ, തൃപ്തിയായല്ലോ. ഞാൻ പറഞ്ഞപ്പോൾ നിനക്കൊന്നും വിശ്വാസമില്ലായിരുന്നു. തണൽ മരത്തിൻ്റെ ചുവട്ടിലായി നീളത്തിൽ പണിഞ്ഞിട്ടിരിക്കുന്ന ബെഞ്ചിലിരുന്ന ബാലുവിൻ്റെ മുഖത്ത് ആ മൂന്നംഗ സംഘങ്ങളോടുള്ള പുച്ഛം പ്രകടമായി വിരിഞ്ഞിരുന്നു. എന്നാലും ഈശ്വര, ഇതൊന്നും ഇപ്പോഴും വിശ്വസിക്കാൻ എന്നെക്കൊണ്ട് പറ്റുന്നില്ല. അടുത്തിരുന്ന വൈശാഖിയുടെ കൈത്തുടയിൽ ഒരു കുഞ്ഞടി വെച്ച് കൊടുത്തുകൊണ്ട് റോസ് വീണ്ടും കണ്ണു വീഴ്ച്ചു. വിശ്വസിച്ചേ പറ്റൂ മോളെ, ഇതേ അസ്ഥിക്ക് പിടിച്ച പ്രണയാണ്. ബാലു പൊട്ടിച്ചിരിച്ചതും വൈശാഖി ഒഴിച്ച് ബാക്കിയുള്ളവർ അയാളുടെ കൂട്ടത്തിൽ കൂടി. എല്ലാം ഒന്ന് പോകുന്നുണ്ടോ? വൈശു അവരുടെ നേർക്ക് പൊടുന്നനെ മുഖം കൂർപ്പിച്ചു. എന്നാലും എൻ്റെ വൈശുവേ, സ്വന്തം അമ്മായിയപ്പനെ ബെസ്റ്റ് ഫ്രണ്ടാക്കി അങ്ങേരെ കയറി പേര് വിളിച്ചുകൊണ്ട് നടക്കുക എന്നൊക്കെ പറഞ്ഞ ഇതൊക്കെ ഈ ഭൂമി മലയാളത്തിലെ ആദ്യത്തെ സംഭവങ്ങളാ. ജോബിൻ നിർത്താതെ ചിരിച്ചു. അത് ശരിയാ, മോനെ എങ്ങനെ വളച്ച് കുപ്പിയിലാക്കുക എന്നതിനുള്ള ക്ലാസ് അമ്മായിയപ്പൻ നിനക്ക് എടുത്തു തരും. നിർമ്മലും അവൻ്റെ കൂടെ കൂടി. അമ്മായിയപ്പൻ മാത്രമോ? അമ്മായിയമ്മ എന്താ മോശമാണോ? ഇനി അതും പോരെങ്കിൽ ഇവക്ക് സ്പെഷ്യൽ ക്ലാസ് എടുക്കാൻ മംഗലത്തെ പത്മാവതിയമ്മ പ്രിൻസിപ്പാളായിട്ടിരിക്കുകയല്ലേ. കൂട്ടത്തിൽ ന്യൂജൻ ആങ്ങള വിഷ്ണു. റോസിൻ്റെ ചിരിയായിരുന്നു മുന്നിൽ നിന്നത്. എല്ലാവരുടെയും കളിയാക്കലുകളും പൊട്ടിച്ചിരികളും ഒക്കെ കാണുമ്പോൾ ഉള്ളിൽ വളരെ സന്തോഷം തോന്നിയെങ്കിലും വൈശു കളിയായി തൻ്റെ മുഖം വീർപ്പിച്ചു വെച്ചു. എൻ്റെ കൊച്ചിനെ നിങ്ങൾ വല്ലതും പറഞ്ഞാലുണ്ടല്ലോ, എല്ലാത്തിനും ഞാൻ തല്ലി ഓടിക്കും. പറഞ്ഞില്ലെന്ന് വേണ്ട. ഭാസ്കരൻ അപ്പോഴും അവളെ ചേർത്ത് പിടിച്ചിരുന്നു. അയ്യോ, അമ്മായിയപ്പൻ്റെ ഒലിപ്പീര്. ജോബിൻ തകർത്ത് വാരി. എടാ പോടേ. ബാലു അവനെ ആട്ടിവിട്ടു. അപ്പോഴേക്കും ബെല്ലടിച്ചു. വാ, തൽക്കാലം ക്ലാസ്സിൽ പോകാം. അവിടെ ഇരുന്ന് മിഷൻ മഹാദേവൻ നമുക്കെല്ലാവർക്കും കൂടി ലോഞ്ച് ചെയ്യാം. ക്ലാസ് റൂമിലേക്ക് നടക്കുന്നതിനിടയിൽ ഭാസ്കരൻ ഉത്സാഹത്തോടെ പറഞ്ഞു. ഞാൻ നീരജ, പൊളിറ്റിക്കൽ സയൻസ് ആണ് പഠിപ്പിക്കുന്നത്. മെറ്റേണിറ്റി ലീവിന് പോയ സൗമ്യ മാനുവിന് പകരം വന്നത്. കോളേജ് പ്രിൻസിപ്പാൾ സേതുമാധവൻ സാറിൻ്റെ മകളാണ് പുതിയ ടീച്ചറായിട്ട് ഫസ്റ്റ് ഇയർ BA ക്ലാസ്സിലേക്ക് കയറി വന്നത്. കൂടിപ്പോയ 25 വയസ്സ് പ്രായം തോന്നിക്കും. വെളുത്തു സുന്ദരിയായ അല്പം മോഡേണായ പെണ്ണിനെ ക്ലാസ്സിലെ കുട്ടികളെല്ലാവരും ആരാധനയോടെ ഉറ്റുനോക്കി. പക്ഷേ ആ ലാസ്റ്റ് പീരീഡിൽ മഹാദേവനെ കാത്തിരുന്ന വൈശാഖിയുടെ മുഖം മാത്രം പൊടുന്നനെ മങ്ങിപ്പോയി. എങ്കിലും ആ സങ്കടം പുറത്തു കാട്ടാതെ അവൾ കടിച്ചു പിടിച്ചിരുന്നു. മാഡം പഠിപ്പിച്ച് നിർത്തിയ ടോപ്പിക്കിൽ നിന്നും നമുക്ക് തുടങ്ങാം. സെൽഫ് ഇൻട്രൊഡക്ഷൻ 2 വരിയിൽ നിർത്തിയ നീരജ നേരെ ക്ലാസ് എടുക്കുന്നതിലേക്ക് കടന്നു. അതും വളരെ ഗൗരവത്തോടെ. അതുവരെ നീരജയെ വായി നോക്കിയിരുന്നവർ സമ്മതത്തോടെ തലയാട്ടിയെങ്കിലും ഉള്ളിൽ ചെറിയൊരു നീരസം തലപൊക്കി തുടങ്ങിയിരുന്നു. അവൾ വളരെ ഗൗരവത്തോടെ തന്നെ പാഠഭാഗങ്ങൾ എടുക്കുവാൻ തുടങ്ങി. ക്ലാസ്സിലുള്ളവർ എല്ലാവരും നീരജയുടെ ചലനങ്ങൾ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. സൗമ്യ മിസ്സിനെയും നീരജയും താരതമ്യം ചെയ്യലായിരുന്നു എല്ലാവരുടെയും മനസ്സിലപ്പോൾ ഉണ്ടായിരുന്നത്. സൗമ്യ മിസ് വളരെ ഫ്രണ്ട്ലി ആയിരുന്നു. ക്ലാസ് എടുക്കുമ്പോൾ പോലും അവർ സൗഹൃദപരമായിട്ടാണ് എല്ലാവരോടും സംസാരിച്ചു കൊണ്ടിരുന്നിട്ടുള്ളത്. പാഠഭാഗങ്ങൾ വളരെ പതിയെ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ എത്ര പ്രാവശ്യം വേണമെങ്കിലും വിശദീകരിച്ച് തരികയും ചെയ്യും. പക്ഷെ നീരജ മേഡം അങ്ങനെയല്ല. ഒറ്റ നോട്ടത്തിൽ തന്നെ ഒരു ഗൗരവക്കാരിയാണ്. ക്ലാസ് എടുക്കുന്നതോ വളരെ വേഗതയിലും. കേട്ടിരിക്കാൻ തോന്നാത്ത തരത്തിലുള്ള ബോറൻ പഠിപ്പീരും. കുറച്ചു നേരം കഴിഞ്ഞതും ക്ലാസ്സിലിരിക്കുന്നവർക്കെല്ലാം ബോറടി തുടങ്ങി. നീരജ എങ്ങനെയെങ്കിലും ഇറങ്ങിപ്പോകാൻ വേണ്ടി എല്ലാവരും മനസ്സോടെ ആഗ്രഹിച്ചു. ബാലു തലചൊറിഞ്ഞും നീരജ കാണാതെ അപ്പുറത്തിരിക്കുന്ന വൈശുവിനെ തോണ്ടിയുമൊക്കെ അയാളുടെ ദേഷ്യം തീർക്കും. ജോബിനും നിർമ്മലും ഡെസ്കിന് മുകളിൽ തുറന്നു വെച്ചിരിക്കുന്ന നോട്ട്ബുക്കിൽ നീരജയുടെ പടം വരയ്ക്കാൻ തുടങ്ങി. ഒടുവിൽ ബെല്ലടിച്ചതും ജീവൻ തിരിച്ചു കിട്ടിയ സന്തോഷത്തിൽ എല്ലാവരും ഒരുപോലെ നെഞ്ചത്ത് കൈവച്ചു. കുട്ടികളുടെ മുഖം പോലും നോക്കാതെ നീരജ ഇറങ്ങിപ്പോയി. പ്രിൻസിപ്പാളിൻ്റെ മോളാണെന്നുള്ള അഹങ്കാരമായിരിക്കും. എന്തൊരു വൃത്തികെട്ട ക്ലാസ്സാണ്.
ബോറം പഠിപ്പീര്. സൗമ്യ മിസ് എന്താ നന്നായിട്ട് പഠിപ്പിക്കുമായിരുന്നു. ഈ മാഡത്തിന് ഫുള്ള് ജാടയാ. ബഹുജനം പലവിധം എന്ന രീതിയിൽ ക്ലാസ്സിലുള്ളവർ നീരജയെക്കുറിച്ച് പല അഭിപ്രായങ്ങളും പറഞ്ഞു തുടങ്ങി. ഡി, നിനക്കിന്ന് ഡാൻസ് പ്രാക്ടീസ് ഇല്ലേ? കോളേജ് വിടുന്നതിനുള്ള ബെല്ല് മുഴുങ്ങിയതും ബാലു വൈശുവിനോട് തിരക്കി. ഉണ്ടെന്നാ പറഞ്ഞ്. ബാലുവിന് വടംവലിയുടെ പ്രാക്ടീസും ഉണ്ടല്ലോ. വൈശാഖി ബാഗെടുത്ത് തോളത്തേക്കിട്ടു. ഉണ്ട് വൈശുവേ, നീ ഒരു കാര്യം ചെയ്യ്. നമുക്ക് വീട്ടിലേക്ക് പോകുമ്പോൾ ഒരുമിച്ച് പോവാം. പ്രാക്ടീസ് കഴിഞ്ഞാലും ഓഡിറ്റോറിയത്തിൽ നിന്നാൽ മതി. വൈശുവിനെയും കൂട്ടിക്കൊണ്ട് ഭാസ്കരൻ ക്ലാസ്സിന് പുറത്തേക്ക് നടന്നു. ജോബിനും നിർമ്മലും അവരുടെ പിന്നാലെ കൂടി. ഓഡിറ്റോറിയത്തിൽ കയറി ചെന്നപ്പോഴേ കണ്ടു ഡാൻസിലുള്ള കുട്ടികൾ മിക്കവാറും എല്ലാവരും വന്നു നിൽക്കുന്നത്. അവർക്കിടയിൽ നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് സിദ്ധാർത്ഥും കൂട്ടരിയിരിപ്പുണ്ട്. എടി, ദേണ്ടടി നിന്റെ സിത്തുവേട്ടൻ. ബാലു അവനെ കണ്ടതും വൈശാഖിയുടെ ചെവിയിൽ പറഞ്ഞു. മിണ്ടാതിരിക്കും ബാലു. പെണ്ണ് കണ്ണുരുട്ടി. ബാലു മറുപടിയെ ഒന്ന് ചിരിച്ചു. എന്നിട്ട് അവളെയും കൊണ്ട് സ്റ്റേജിൻ്റെ അടുത്തേക്ക് നടന്നു. എത്ര മണിയാവും പ്രാക്ടീസ് കഴിയാൻ? വൈശാഖിയെ കണ്ടതും അവളെ കണ്ണെടുക്കാതെ നോക്കി നിൽക്കുന്ന സിദ്ധാർത്ഥിൻ്റെ അരികിലേക്ക് ചെന്ന് ബാലു ഒരു ചിരിയോടെ മെല്ലെ തിരക്കി. 1 മണിക്കൂർ മാക്സിമം. മുഖത്ത് യാതൊരു തരത്തിലുള്ള ചമ്മലും പുറത്തു കാട്ടാതെ സിദ്ധാർത്ഥ അയാൾക്ക് മറുപടി കൊടുത്തു. എങ്കിൽ 1 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ വരാം. മുഖം കുനിച്ചു നിൽക്കുന്ന വൈശാഖിയുടെ തോളിൽ ഒരു തട്ട് തട്ടിയിട്ട് ബാലു ജോബിൻ്റെയും നിർമ്മലിൻ്റെയും കൂടെ ഓഡിറ്റോറിയത്തിന് പുറത്തേക്ക് നടന്നു. അവർ ഓഡിറ്റോറിയത്തിൻ്റെ പടികൾ ഇറങ്ങാൻ തുടങ്ങിയപ്പോഴാണ് മഹാദേവൻ അങ്ങോട്ടേക്ക് നടന്നു വരുന്നത് അവർ കണ്ടത്. നീ എന്താ ഇവിടെ? ബാലു അവൻ്റെ നേർക്ക് സംശയത്തോടെ നോക്കി. ഇവിടുത്തെ ഇൻചാർജ് ഞാനാണ്. അവൻ അലസമായി മറുപടി നൽകി. ആണോ? എന്നാൽ നീ വരുമ്പോൾ വൈശുവിനെ കൂടെ കൂട്ടിയേക്ക്. ബാലു ഉള്ളിലുള്ള സന്തോഷം അടക്കി പിടിച്ചു. അച്ഛൻ എവിടേക്കാ? സാധാരണ അച്ഛനുള്ളപ്പോൾ അച്ഛനാണ് വൈശാഖിയെ തിരിച്ച് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നത്. അതുകൊണ്ട് തന്നെ മഹാദേവൻ ഒട്ടൊരു സംശയത്തോടു കൂടി ചോദിച്ചു. എനിക്ക് ഹോസ്പിറ്റൽ വരെ ഒന്ന് പോകണം. ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഒരു ഫ്രണ്ട് ആക്സിഡൻ്റായി കിടക്കുവാന്ന്. ബാലു അതും പറഞ്ഞിട്ട് ദേവനെ നോക്കി തലയാട്ടി. ആ. ദേവൻ മറുപടിയായി ഒന്ന് മൂളി. ആ എടാ, പിന്നെ ഒരു കാര്യം പറയാൻ ഞാൻ വിട്ടുപോയി. നമ്മുടെ കോളേജ് ചെയർമാൻ സിദ്ധാർത്ഥിന് വൈശുക്കൊച്ചിൻ്റെ മേലെ ഒരു കണ്ണുണ്ടോയെന്ന് എനിക്കൊരു സംശയം. നമ്മുടെ വീട്ടിലെ കുട്ടിയല്ലേടാ അവള്. അതുകൊണ്ട് നീ ഒന്ന് അവളെ നോക്കിക്കോണം കേട്ടോ. എന്തുണ്ടേലും ആ പാവം പേടിച്ചിട്ട് തുറന്നു പറയില്ല. നീ വേണം കണ്ടും കേട്ടും ഒക്കെ അവൾക്ക് ചെയ്തു കൊടുക്കാൻ. ഭാസ്കരൻ വളരെ ഗൗരവത്തോടെ ദേവന് നിർദ്ദേശങ്ങൾ നൽകി. എന്നിട്ട് ഗൂഢമായ ചിരി മനസ്സിലൊളിപ്പിച്ചു വെച്ചുകൊണ്ട് മകനെയും കടന്ന് മുന്നോട്ടേക്ക് നീങ്ങി. മകനിൽ നിന്നുള്ള അടുത്ത ചോദ്യത്തിൽ നിന്നും മനഃപൂർവ്വം രക്ഷപ്പെട്ടുകൊണ്ട്. നിങ്ങൾ ആളൊരു സംഭവം തന്നെയാ ബാലു. എത്ര പെട്ടെന്നാ സാറിനെ ട്രാക്കിൽ കയറ്റിയത്? ജോബിനും നിർമ്മലും ഓഡിറ്റോറിയത്തിനുള്ളിലേക്ക് കയറിപ്പോകുന്ന മഹാദേവനെ തിരിഞ്ഞു നോക്കിക്കൊണ്ട് കുലുങ്ങി ചിരിച്ചു. വെറുതെ, അവൻ ട്രാക്കിലൊന്നും കയറാറായിട്ടില്ല. വെറുതെ ഞാനൊരു ശ്രമം നടത്തി, അത്രയേ ഉള്ളൂ. ഭാസ്കരൻ നെടുവീർപ്പോടെ പറഞ്ഞു. അല്ല, ബാലു ഇന്ന് ഹോസ്പിറ്റലിൽ പോകുന്നുണ്ടോ? ഗേറ്റിങ്ങിലേക്ക് നടക്കാതെ ഗ്രൗണ്ടിലേക്ക് പോകുന്ന വഴിയെ തിരിഞ്ഞ ഭാസ്കരനെ കണ്ടതും ജോബിൻ നെറ്റിച്ചൊളിച്ചു. ഇല്ല, ഭാസ്കരൻ ഒരു ഇളിയോടെ പറഞ്ഞു. പിന്നെ പോകുന്നു പറഞ്ഞതോ? നിർമ്മൽ ഭാസ്കരൻ്റെ തോളിൽ കൈയിട്ടുകൊണ്ട് തിരക്കി. എടാ പൊട്ടന്മാരെ, അങ്ങനെ പറഞ്ഞാലല്ലേ എൻ്റെ മോൻ വൈശുവിനെ കൂടെ കൂട്ടുള്ളൂ. ഇവർ രണ്ടുപേരും ഇങ്ങനെ അങ്ങേയറ്റത്തും ഇങ്ങേയറ്റത്തും ഇരുന്നാൽ അവർ നമ്മളോളെ ഇഷ്ടം എങ്ങനെയാടാ വർക്കൗട്ട് ആവുന്നേ? ഭാസ്കരൻ രണ്ടിനെയും കടുപ്പിച്ച് നോക്കി. അത് ശരിയാ, എന്നാലും ഇങ്ങനൊരു അമ്മായപ്പനെ അവൾക്ക് മാത്രമേ കിട്ടുകയുള്ളൂ. ചെക്കന്മാർ രണ്ടുപേരും കൂടി അയാളുടെ തോളിൽ പിടിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് ധൃതിയിൽ നടന്നു. വടംവലി മത്സരത്തിൻ്റെ പ്രാക്ടീസിനായി. അതേസമയം ഓഡിറ്റോറിയത്തിൽ ഡാൻസ് പ്രാക്ടീസിന് വേണ്ടി മാസ്റ്റർ ഓരോ കുട്ടികളുടെയും പൊസിഷനിൽ നിർത്തുന്നത് നോക്കിക്കൊണ്ട് അവിടെ കിടന്ന ഒരു കസേരയിൽ ഇരിക്കുകയായിരുന്നു മഹാദേവൻ. തന്നെ പിടിച്ച് കൾച്ചറൽ ആക്ടിവിറ്റീസിൻ്റെ ഇൻചാർജ് ആക്കിയതിൻ്റെ സഹല അമർഷവും അവൻ്റെ ഉള്ളിൽ അപ്പോൾ ഉണ്ടായിരുന്നു എന്നതാണ് സത്യം. പൊടുന്നനെയാണ് ചെക്കൻ്റെ കണ്ണുകൾ എന്തിനോ വേണ്ടി സംശയത്തോടെ സിദ്ധാർത്ഥിൻ്റെ നേരെ നീണ്ടത്. എല്ലാത്തിനും വളരെ ഗൗരവത്തോടെ നേതൃത്വം കൊടുത്ത് നടക്കുന്നുണ്ടെങ്കിലും ഇടതടവില്ലാതെ അവൻ്റെ കണ്ണുകൾ വൈശു നിൽക്കുന്ന വശത്തേക്ക് പാളി വീഴുന്നു. ആദ്യം അത് തൻ്റെ വെറുമൊരു സംശയമാണെന്ന് കരുതി മഹാദേവൻ തള്ളിക്കളഞ്ഞുവെങ്കിലും തുടരെയുള്ള അവൻ്റെ നോട്ടത്തിൽ പിശ കൊണ്ടെന്ന് വൈകാതെ തന്നെ മഹാദേവനും
പക്ഷെ വൈശാഖിയെ നോക്കുമ്പോൾ പെണ്ണിതൊന്നും അറിഞ്ഞിട്ടില്ല. മാസ്റ്റർ പറഞ്ഞു കൊടുക്കുന്ന സ്റ്റെപ്പിൽ മാത്രമാണ് അവളുടെ ശ്രദ്ധ. വളരെ ഭംഗിയായിട്ട് പെണ്ണ് കളിക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ ദേവൻ അതിനെ അതിൻ്റെ വഴിക്ക് തന്നെ വിട്ടു. എന്തെങ്കിലും പ്രശ്നമുണ്ടാകുകയാണെങ്കിൽ പിന്നീട് നോക്കണം എന്നുള്ള ചിന്തയോടെ അവൻ ഓരോ കുട്ടികളുടെയും പ്രാക്ടീസ് ശ്രദ്ധയോടെ വീക്ഷിച്ചു കൊണ്ടിരുന്നു. മൊത്തത്തിൽ 20 കുട്ടികളാണുള്ളത്. അവരെ 3 സെറ്റാക്കി 3 ഡാൻസുകൾക്ക് വേണ്ടി തിരിച്ചിരിക്കുകയാണ്. സോളോ ഡാൻസ് വേറെയുണ്ട്. ഹായ് സാർ. പൊടുന്നനെയാണ് അടുത്ത ആരോ ഇരിക്കുന്നത് പോലെ ദേവന് തോന്നിയത്. തലചിരിച്ചു നോക്കിയപ്പോൾ അവൻ കണ്ടു തന്നെ നോക്കി പുഞ്ചിരിയോടെ ഇരിക്കുന്ന നീരജ മാമിനെ. ഹായ്. അവരെ നോക്കി ഒരു ചിരി നൽകിയിട്ട് ദേവൻ വീണ്ടും ഡാൻസ് പ്രാക്ടീസിലേക്ക് തിരിഞ്ഞു. കൂടുതൽ സംസാരിക്കാൻ താല്പര്യമില്ലാത്തതുപോലെ. സാർ ഈ കോളേജിൽ തന്നെയല്ലേ പഠിച്ചത്? അവനെ വെറുതെ വിടാൻ നീരജ ഒരുക്കമല്ലായിരുന്നു. അതെ. അവൻ അലസമായി ഉത്തരം നൽകി. ഞാൻ സാറിനെ കണ്ടിട്ടുണ്ട്. ഞാനും ഇവിടെയാണ് പഠിച്ചത്. നീരജ അവൻ്റെ മുഖത്തേക്ക് നോക്കി. മറുപടിയായി മഹാദേവൻ ഒന്നും പറഞ്ഞില്ല. അവളുടെ മുഖത്തേക്ക് നോക്കി ഒന്ന് തലയാട്ടി, അത്രമാത്രം. സാർ ഇവിടുത്തെ ചെയർമാൻ അല്ലായിരുന്നോ? വീണ്ടും നീരജയിൽ നിന്നും ചോദ്യം ഉയർന്നു. അതെ. അവളുടെ ചോദ്യങ്ങൾ ഒട്ടൊരു നീരസം തോന്നിച്ചുവെങ്കിലും മഹാദേവൻ അലസമായി മറുപടി കൊടുത്തു. സാർ ഇവിടുത്തെ ഫസ്റ്റ് റാങ്ക് ഹോൾഡർ അല്ലായിരുന്നോ? നീരജ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നു. മഹാദേവൻ ഒട്ടും താല്പര്യമില്ലാത്ത രീതിയിൽ മുക്കിയും മൂളിയും നീരജയ്ക്ക് മറുപടി കൊടുത്തും കൊണ്ടുപോയിരുന്നു. അതേസമയം അത്രയും നേരം പ്രാക്ടീസിൽ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നവളുടെ നോട്ടം പൊടുന്നനെ മഹാദേവൻ്റെ അലിയിൽ നിന്ന് ചിരിയോടെ സംസാരിക്കുന്ന നീരജയിലേക്ക് നീണ്ടു. ആദ്യമൊന്നും അത് വൈശാഖി കാര്യമാക്കിയില്ല. പക്ഷെ പെണ്ണിൻ്റെ ഹൃദയത്തിൽ ഒരു കുഞ്ഞു സങ്കടം വീഴുവാൻ അത് മാത്രം മതിയായിരുന്നു. പേരറിയാത്ത ആ സങ്കടത്തിൻ്റെ കാരണം എന്താണെന്ന് അവൾക്ക് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നും ഉണ്ടായിരുന്നില്ല. ആദ്യമായിട്ടാണ് ഇങ്ങനൊരു അനുഭവം. മഹാദേവൻ സാറിനോട് നീരജ മാഡം സംസാരിക്കുന്നതിന് തനിക്കെന്താണ്? അവർ കൊളീഗ്സ് അല്ലേ? ഒരേ ഡിപ്പാർട്ട്മെൻറ്റിലുള്ളവരല്ലേ? എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ സ്വയം അവൾ മനസ്സിനോട് ചോദിച്ചുവെങ്കിലും അതുകൊണ്ടൊന്നും അവളുടെ ഹൃദയം തൃപ്തിപ്പെട്ടില്ല. പെണ്ണിൻ്റെ കമ്പിളുകൾ എന്തിനോ വേണ്ടി വീർത്തു വന്നു. ഇത്തിരി നേരം അവരെ തന്നെ ഉറ്റുനോക്കിയിട്ട് വൈശു വീണ്ടും സ്വയം നിയന്ത്രിച്ചുകൊണ്ട് ഡാൻസിലേക്ക് ശ്രദ്ധിച്ചു. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ പതിവ് പോലെ ഇന്നും കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക കേട്ടോ. അടുത്ത പാട്ടുമായിട്ട് നാളെ കാണാവേ എന്ന് നിങ്ങളുടെ സ്വന്തം മൈഥിലി മിത്ര.